ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രൊക്കോളി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി ഒരു സൈഡ് ഡിഷായ ബട്ടർ ഗാർലിക് ബ്രൊക്കോളിയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ബ്രൊക്കോളിയിൽ വൈറ്റമിൻസിനും പ്രോട്ടീൻസിനൊക്കെ നിറയെ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിമ്മിൽ പോണ ആളുകളൊക്കെ കൂടുതൽ വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ കിട്ടാനായിട്ട് ബ്രൊക്കോളിയാണ് പലതരത്തിൽ റെസിപ്പിക്ക് ഉണ്ടാക്കി കഴിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബട്ടറും ഗാർലിക്കും ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാമതൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നോർമൽ ടേസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ടൊരു പാത്രം ഞാൻ ചൂടാക്കാനായി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ബട്ടറൊക്കെ മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സബോള ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അതേപോലെ 10 വെളുത്തുള്ളി ചെറുതായി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിങ്ക് സാൾട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പിങ്ക് സാൾട്ട് ഇല്ലെങ്കിൽ നോർമൽ സാൾട്ട് ചേർത്താലും മതി. അതേപോലെ ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് പിങ്ക് സാൾട്ട് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ജസ്റ്റ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത സബോളൊക്കെ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാനായിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത സബോളയും വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവാണ സമയത്ത് നമുക്കിതിലേക്ക് ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാം ബ്രൊക്കോളി മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രൊക്കോളി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് കൂടുതൽ സ്പൈസി വേണ്ട ആളുകളൊക്കെ കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു മീഡിയം എരിവ് കണക്കാക്കിയാണ് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഈ ബ്രൊക്കോളി അധികം നേരം വേവിച്ചതിൻ്റെ ഗുണങ്ങളൊന്നും കളയരുത്. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളിതിൽ ചേർത്ത് കൊടുത്ത ഒലിവ് ഓയിലും ബട്ടറൊക്കെ കുറച്ചൊക്കെ ഡ്രൈ ആയി പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചേർത്ത് കൊടുത്ത ബ്രൊക്കോളിയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചിറങ്ങി വന്നിട്ട് അതിൻ്റെ ആ വെള്ളത്തിൽ തന്നെ ഇത് കിടന്ന് വെന്തോളും. ഞാനിവിടെ ഇത് കുക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അധികം വിഷയം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ല എടുക്കണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രൊക്കോളി കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രൊക്കോളിയൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു പകുതി വേവ്. ഇത് അധികം വേവാൻ പാടില്ല. മാക്സിമം ഒരു 5 മിനിറ്റ്, എന്നാലാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബട്ടർ ഗാർലിക് ബ്രൊക്കോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷോട് പാർത്താം. ബ്രൊക്കോളി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി സൈഡ് ഡിഷായ ബട്ടർ ഗാർലിക് ബ്രൊക്കോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കഴിക്കാനായിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഞങ്ങളിനി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.